ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫീഡിങ് ഡ്രസ്സസ്സാണ്. ഡ്രസ്സസ് തന്നെയല്ല, കുർത്തീസ്, ടോപ്സ് എല്ലാം ഉണ്ട്. അപ്പം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും സ്റ്റിച്ച് ചെയ്യാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ക്ലോത്ത് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ പകുതി ആക്കിയതുണ്ട്. സോ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് അങ്ങനത്തെ ഇതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഓൾമോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് തീർന്ന സംഭവമാണ്. ഇത് എല്ലാവരും കണ്ട് മടുത്തതായിരിക്കും. എൻ്റെ റീൽസിലും സ്റ്റോറിയിലും എല്ലാം ഞാനത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതാണെങ്കിൽ ഒരു പാൻറ്റും ഒരു ഷോർട്ട് ടോപ്പുമായിട്ടാണ് തയ്ച്ചേക്കുന്നത്. അപ്പോൾ പാൻറ്റിന് ഇപ്പോൾ ഇലാസ്റ്റിക് കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് തൽക്കാലത്തേക്ക് വള്ളി വെക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ സാധാ നോർമൽ ഷോർട്ട് ടോപ്സിൻ്റെ കൂടെ ഇടാൻ പറ്റിയ പാൻറ്റാണ്. വള്ളി ഇട്ടിട്ടില്ല, കാരണം ഇലാസ്റ്റിക് വെച്ചാൽ നമുക്ക് ടൈറ്റായി വരത്തില്ലേ. സോ തൽക്കാലം ഇലാസ്റ്റിക് വേണ്ട, പിന്നെ നമുക്ക് ഇലാസ്റ്റിക് വെക്കാം, പ്രശ്നമില്ല. അപ്പോൾ ആ പാൻറ്റിൻ്റെ ടോപ്പ് വരുന്നത് ഇതാണ്. ഇതപ്പോൾ ഒരു ഇത്രയും ലെങ്ത് ഉള്ളൊരു ടോപ്പ് പോലെ. ഇത് മടക്കി അടിക്കുമ്പോൾ കുറച്ചുകൂടെ ലെങ്ത്ത് കുറയും. പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പ്ലാക്കറ്റ് കൊടുക്കുക. സോ പിന്നെ സിബ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ സിബായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സിബുണ്ട്, ഇവിടെ സിബുണ്ട്. സോ ഇതിന് ഞാൻ ഒറ്റ സിബായിട്ട് കൊടുത്തു. ഇതെല്ലാം നമുക്ക് പിന്നീടാണെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് മാത്രം വേറെ കുറേ ഡ്രസ്സ് വാങ്ങിച്ച് പിന്നെ അത് കളഞ്ഞ് നോ നമുക്കിത് പിന്നീടാണെങ്കിലും യൂസ് ചെയ്യാം. കാരണം ആ സിബ് കാണുന്ന പോലും ഇല്ല. നോർമൽ ഒരു ഔട്ട്ഫിറ്റ് പോലെ ഇരിക്കത്തുള്ളൂ. പിന്നെ ഇനി ഇതിന് നെക്ക് ഫിനിഷ് ചെയ്യാനും സ്ലീവ് അറ്റാച്ച് ചെയ്യാനും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈഡ് ക്ലോസ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം അതുകൂടെ ആകുമ്പം ഇത് റെഡിയാകും. അപ്പം ഇതിൻ്റെ പാൻറ്റാണ് ഇത്. പിന്നെ ഈ പാൻറ്റ് വേറെൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്നതിൻ്റെ കൂടെ മാത്രമേ പറ്റൂ എന്നൊന്നുമില്ല. ഇതിങ്ങനെ വരും. എനിക്ക് പൊതുവെ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സാണ് ഇഷ്ടം. എനിക്ക് എന്താ പറയുക, ഇപ്പം നമ്മൾ മറ്റേണിറ്റി വെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ മൊത്തം കണ്ടത് ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് മാത്രമേ കണ്ടുള്ളൂ. ടോപ്പ്, കുർത്തീസ്. ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പിക്കുന്നുണ്ടോ? ഓക്കെ, ഞാനപ്പം മറ്റേണിറ്റി വെയർ എന്ന് പറഞ്ഞ് നോക്കിയപ്പം കണ്ടത് മൊത്തം ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റേ കണ്ടുള്ളൂ. എനിക്കതങ്ങോട്ട് വലിയ താല്പര്യം തോന്നിയില്ല. അപ്പം ഞാൻ ഓർത്തു ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തേക്കാം. സോ അങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ബാക്കി നോർമൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ സിബ് വെച്ചാൽ മതി, നമുക്ക് പിന്നീട് ആണെങ്കിലും യൂസ് ചെയ്യാം, ട്രെൻഡി ആയിട്ട് നടക്കുകയും ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച പോംവഴിയാണിത്. അപ്പോൾ ഇതെന്തുമായിരുന്നു? ഇതൊരു ഡ്രസ്സസ്സാണ്. ഇതിന് ഒത്തിരി ഫിനിഷ് ചെയ്യാനുണ്ട് കേട്ടോ. കാരണം ഇത്രയും വിട്തൊന്നും ഇവിടെ വരത്തില്ല. ഈ വിട്തൊക്കെ ഇങ്ങനെ കുറഞ്ഞിട്ട് നമ്മൾ നല്ല ഫാഷനബിളായിട്ട് നടക്കും. മനസ്സിലായോ? സ്ലീവ് കുറച്ച് ബലൂൺ സ്ലീവ് എല്ലാം കൊടുക്കാം. സോ അതായിരിക്കും ബെറ്റർ. സിബ് പകുതിക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ കാര്യമാക്കണ്ട, കാരണം ഇതിങ്ങനെ കണ്ടാൽ ഇപ്പോൾ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഇതൊക്കെ കളയാനുള്ള ത്രെഡ്സാണ്. സോ ഇതൊരു കൈൻഡ് ഓഫ് ഡ്രേപ്പിംഗ്. ഈ ഫ്രണ്ട് പോർഷൻ ഡ്രേപ്പല്ല, മാനിക്യൂനിൽ ഇട്ട് തന്നെ ഇത് ചെയ്തെടുത്തതാണ്. ഇതല്ല നമുക്ക് അല്ലാതെ പാറ്റേണായിട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇത് പറ്റത്തില്ല. ഇല്ല, അതിന് നമുക്ക് ഇവള് തന്നെ വേണം. സോ അതിന് ഒത്തിരി ഫിനിഷ് ആവാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഇന്നലെ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ കാണിച്ചായിരുന്നോ? ഇത് വീട്ടിൽ ഇടാനുള്ളതാണ്. ഇതും സിബ് ഇവിടെ വന്നേക്കുന്നത്. എൻ്റെ ഇവിടെ സിബുണ്ട്. സിബ് കാണത്തില്ല ശരിക്കും, നമുക്ക് നോർമൽ ഒരു ഡ്രസ്സ് പോലെ കിടക്കത്തുള്ളൂ. കണ്ടോ സിബ്? ഇതിന് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്.
പിന്നെ നമുക്ക് ലേസ് വേണേൽ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ സൈഡ് ക്ലോസ് ചെയ്താൽ ഇത് ഓൾമോസ്റ്റ് ഫിനിഷായി. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ വല്ലതും വേണേൽ ലേസ് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. അത് പെട്ടെന്ന് തീർന്നോളൂ. ഇത് ഓൾമോസ്റ്റ് തീർന്നു. അതിനി പെട്ടെന്ന് തീർന്നോളൂ. ഇത് വീട്ടിൽ ഇടാനുള്ളതാണ്. ഇതൊക്കെ ഞാൻ കാണിച്ചതല്ലേ. ഇതിൻ്റെ താഴ്ഭാഗം കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ലാസ്റ്റ് വീഡിയോയിൽ. ഇതിൻ്റെ താഴെ ഇങ്ങനെ ലേസ് കൊടുത്ത് ചെയ്തു. പിന്നെ ഇത് സ്ലീവ് വെച്ചിട്ടാണ് ചെയ്തത്. ചെറിയ ഇങ്ങനെ ഒരു ഗ്യാതറിങ് കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് ചെയ്തു. ഇതും ഇവിടെ ഇതിന് ത്രെഡൊക്കെ കട്ട് ചെയ്യാനുണ്ട്. അതിനകത്ത് ലാസ്റ്റിൽ കട്ട് ചെയ്യുക. ഇപ്പം ത്രെഡ് കട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ടൈം പോകും. ഇതിനും സിബ് ഉണ്ട്. ഇൻവിസിബിൾ സിബ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കുഴപ്പമില്ല. സാധാരണ ഡ്രസ്സ് പോലെ കിടക്കത്തുള്ളൂ. പിന്നെ എനിക്ക് സാധാ നൈറ്റി ഒന്നും ഒട്ടും ഇഷ്ടമല്ല. എന്നെ അങ്ങനെ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ഓർത്തു ഓക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അതിലും തയ്ച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് സ്ലീവ്ലെസ്. ഇത് സ്ലീവ്ലെസ് ഡ്രസ്സായിട്ട് തയ്ച്ചു. ഇതിൻ്റെ എല്ലാം ത്രെഡ് കട്ട് ചെയ്യണം. ഇതും താഴെ ലേസ് വെച്ചിട്ടുണ്ട്. ഇത് ഗ്യാതറിങ് അല്ല, പാനലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഓൾറെഡി ഞാൻ കാണിച്ചതാണ്. എന്നാലും കാണിച്ചേക്കാം, അതിന് വിഷമാവണ്ട. ഇത് ഓൾറെഡി ഞാൻ കാണിച്ചതാണ്. കണ്ട് മടുത്ത് കഴിക്കും. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് ഇത് ഇവിടെ കുറച്ചുണ്ട്. പിന്നെ ഇതൊക്കെ ആ കാറ്റഗറി വരുന്നതാണ്. ഇതൊക്കെ ഫാബ്രിക്, അതിനൊക്കെ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട്, അതായത് അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ടെടുത്ത് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടെടുത്ത് അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇതാണ്. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല കേട്ടോ. കാരണം ഇത് ഞാൻ ജസ്റ്റ് മോഡൽ നോക്കിയതാണ്, ഏത് ഫാബ്രിക് എവിടെ വന്നാൽ നല്ലതായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഞാൻ യൂഷ്വലി ഡിസൈനിൻ്റെ ഒക്കെ നോക്കുന്നത് ചിന്തിക്കുന്നതും ഒക്കെ, അതായത് ഇപ്പം നമുക്ക് ഇത്രയും ക്ലോത്ത് ഉണ്ടെങ്കിലും എന്ത് തയ്ക്കണം എന്നുള്ളത് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. സോ അതൊക്കെ തീരുമാനിക്കുന്നത് മീൻസ് ഡിസൈനൊക്കെ തീരുമാനിക്കുന്നത് നൈറ്റിലായിരിക്കും. ഓക്കെ, ഇപ്പം ഇതിപ്പോൾ ഇങ്ങനൊരു ഫാബ്രിക് അല്ലേ ഉള്ളൂ. ഇതെന്ത് ഡിസൈൻ ചെയ്യണോ, അത് ടോപ്പ് ആക്കണോ ഡ്രസ്സാക്കണോ കുർത്തി ആക്കണോ നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഫാബ്രിക് ആഡ് ചെയ്യണോ, അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് രാത്രിയിലായിരിക്കും. അതായത് ഒരു 10:30 തൊട്ട് 11 വരെ ഞാനിങ്ങനെ എന്തെങ്കിലും ഡിസൈനിങ്ങിൻ്റെ ഇതായിരിക്കും നോക്കുന്നത്. അന്നേരം സ്റ്റിച്ച് ചെയ്യത്തില്ല. ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യും, ചിലപ്പം സ്റ്റിച്ച് ചെയ്യാനുള്ള എനർജി ഇല്ലെങ്കിൽ, അതായത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണ്ടേ. അപ്പം ആ ഒരു കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിയിൽ അധികം സ്റ്റിച്ചിങ് ഇല്ല. മൂഡുണ്ടെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ രാത്രി സ്റ്റിച്ച് ചെയ്യത്തില്ല. പക്ഷേ ഡിസൈനിങ് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി 11:30 ആയപ്പോഴത്തെ എൻ്റെ കലാപരിപാടികളായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അത് പോയി. ഇത് ഞാൻ തയ്ച്ച് വരുമ്പോൾ കാണിക്കാവേ, എന്നാലും ഞാൻ കാണിക്കാം. ഇത് ഫാബ്രിക്, ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി വന്നത്, അതിൻ്റെ ബാക്കി പീസ് തന്നെ ഇത്. അപ്പോൾ ഇത് ഞാൻ ഒരു ആലിയ കട്ട് കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്, ഈ ഒരെണ്ണം. പിന്നെ ബാക്കി വേറെ ഇതും ഉണ്ട്, ബട്ട് ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. എനിക്ക് ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ അത് ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ എനിക്കൊരു ഓർഡർ കിട്ടിയായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണിത്. അത് എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു, ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആണെന്ന് പ്രത്യേകം പറയണമെന്ന്. യെസ്, എൻ്റെ ഫസ്റ്റ് ഓർഡർ തന്നെ എനിക്ക് ഔട്ട് ഓഫ് ഇന്ത്യയാണ്. സോ താങ്ക് യു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇഷ്ടപ്പെടുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഇതെല്ലാം സെപ്പറേറ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ, ഇപ്പം
നിങ്ങൾ ഓർക്കുക ഇതിപ്പോൾ എല്ലാ ഫാബ്രിക്കും ഇവിടെ ഉണ്ടല്ലോ, ഇത് കൊടുത്താൽ പോരെ എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനല്ല. കാരണം ഇത് വേണം നമുക്കിവിടെ കൊടുക്കാം അല്ലേ, ഈ ബ്ലൂ വേണം നമുക്ക് മേളിൽ കൊടുക്കാം, ഇത് വേണം താഴെ കൊടുക്കാം. പക്ഷേ ഏത് കോമ്പിനേഷൻ ആയിരിക്കും ബെസ്റ്റ് ഔട്ട്കം തരുന്നതെന്നുള്ളത് അത് നമ്മുടെ കയ്യിലുള്ളത്. സോ എനിക്ക് തോന്നിയത് ഇവിടെ ഇത് കൊടുത്തിട്ട് താഴെ ഇത് കൊടുക്കുക, താഴെ ഇത് കൊടുക്കുക. ഓക്കെ, പക്ഷേ അത്രയും മാത്രമായിട്ട് കൊടുത്താൽ ഒരു മിസ്മാച്ച് പോലെ എനിക്ക് തോന്നി. സോ ഞാൻ ലാസ്റ്റ് അപ്പം ഞാൻ ആദ്യം ഓർത്തു ലേസ് താഴെ കൊടുക്കാമെന്ന്. അപ്പോഴും എനിക്കൊരു ഇത് തോന്നിയില്ല. അങ്ങനെ ഫൈനലി ഈ ഫാബ്രിക് കിട്ടി. അപ്പോൾ ഈ ഫാബ്രിക് കൊടുത്തപ്പം ഓക്കെ, ഒരു കോർഡിനേഷൻ വരുന്നുണ്ട്. സോ ഇതെൻ്റെ ഈ ബ്ലൂ കളറില്ലേ, ഈ ബ്ലൂ കളറ് ഇതിലുണ്ട്. സോ അത് അങ്ങ് ഇതായിക്കോളും. പിന്നെ ഇതിലും ബ്ലൂ കളറുണ്ട്, മീൻസ് ഈ ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഈ റെഡൊക്കെ ഇല്ലേ, മീൻസ് താഴത്തെ ഈ ഫാബ്രിക്കും കൂടെ ഒരു കോർഡിനേഷൻ ഉണ്ട്. പിന്നെ ഇതിലിപ്പോൾ ഒരു ഓപ്ഷണലായിട്ട് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ സ്ലീവ് ഇത് തന്നെ വേണേൽ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഈ റെഡ് വേണേലും കൊടുക്കാം. പക്ഷേ ഏത് കൊടുത്താലും ഒന്നെങ്കിൽ ഇതിൻ്റെ കുറച്ച് പീസ് എടുത്ത് ഇവിടെ വെക്കണം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ പീസ് എടുത്ത് സ്ലീവിൽ വെക്കണം. സോ അത് ഏത് ഫാബ്രിക്കാണ് കൊടുക്കുന്നതെന്നനുസരിച്ച്, ഇപ്പോൾ ഇതാണെങ്കിൽ ചിലപ്പം ഏതായിരിക്കും കൊടുക്കേണ്ടത്, ഇതാ കൊടുക്കണമെങ്കിൽ ഈ ഫാബ്രിക് ആയിരിക്കും സ്ലീവ് വരുന്നത്. അതല്ല ഇതാണ് സ്ലീവായിട്ട് കൊടുക്കുന്നെങ്കിൽ ഇത് സ്ലീവിൻ്റെ എഡ്ജിൽ കൊടുക്കേണ്ടി വരും. സോ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേ അറിയത്തുള്ളൂ ഏതെവിടെ കൊടുക്കണം എന്നുള്ളത്. പിന്നെ നെക്കിന് ഞാൻ ഓർത്തു വൈറ്റ് ലേസ് വേണമെങ്കിൽ കൊടുക്കാം, കാരണം ഗോൾഡ് ഇതിൻ്റെ കൂടെ ചേരാൻ വഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ ഇത്. അപ്പം ഞാനത് തയ്ച്ചായിരുന്നേ, അത് കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ഇത്. ഞാനപ്പോൾ ലേസൊന്നും കൊടുത്തില്ല, സ്ലീവും ജസ്റ്റ് ആ ഫാബ്രിക് വെച്ച് തന്നെ കൊടുത്തു. അതിൻ്റെ എഡ്ജിൽ മറ്റേ ഫാബ്രിക് വെച്ചപ്പം കുറേ അങ്ങ് ഇത് വന്നതുപോലെ തോന്നി. വേണേൽ വെക്കാം, പക്ഷേ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാനാണ് ഇരുന്നത്. സോ ഇങ്ങനെ അങ്ങ് ചെയ്തു. ഇത്രയൊക്കെ ഉള്ളൂ, ഈ കാണിച്ചൊക്കെ ഉള്ളൂ. ഇനിയിപ്പം കുറച്ച് ടോപ്പായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെന്തുവാ, വേണേൽ ഒരു 1-2 ഡ്രസ്സസ്സായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു, ഒന്നും തീരുമാനിച്ചിട്ടില്ല. സോ ഞാൻ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പരിചയത്തിലുള്ളവർ തന്നെയാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്, കുറച്ച് പേരൊക്കെ ചോദിച്ചു. അപ്പോൾ യെസ്, താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി, കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് ഫീഡിങ് കുർത്തിയായിട്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പിന്നീട് അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് മാത്രം, മീൻസ് ഈ ഫീഡിങ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റേണിറ്റി എന്ന് പറഞ്ഞാലും കുറച്ചൊരു ടിപ്പിക്കൽ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. സോ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെയൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചത്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങിന് ഒരുപാട് നന്ദി ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.